തിരുവനന്തപുരത്ത് ലൈൻ പൊട്ടിവീണ് ബൈക്ക് യാത്രികൻ മരിച്ചു. അതിദാരുണമായ സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. ബൈക്ക് യാത്രികനാണ് അപകടത്തിൽപ്പെട്ടത്. വാർത്തയുടെ വിവരങ്ങൾ സനിസ ശോഭാചന്ദ്രൻ നൽകും. സനിസ, എപ്പോഴായിരുന്നു അപകടം? എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? ദിവ്യ, ഇന്നലെ പുലർച്ചെ 2 മണിയോടെയാണ് അപകടമുണ്ടായിരിക്കുന്നത്. ഇന്ന് പുലർച്ചെ 2 മണിയോടെയാണ് അപകടമുണ്ടായിരിക്കുന്നത്. 3 പേർ സ്കൂട്ടറിൽ ഉണ്ടായിരുന്നു. നെടുമങ്ങാട് പനയമുട്ടത്ത് 19കാരനാണ് ഇത്തരത്തിൽ ഷോക്കേറ്റ് മരിച്ചത്. പനയമൂരം സ്വദേശി അക്ഷയ്, 19 വയസ്സ് മാത്രമുള്ള അക്ഷയാണ് ഷോക്കേറ്റ് മരിച്ചത്. കാറ്ററിംഗിന് പോയി തിരികെ സ്കൂട്ടറിൽ വരികയായിരുന്നു. മരം റോഡിൽ ഇന്നലെ രാത്രിയിലുണ്ടായ മഴയിലും കാറ്റിലും മരം റോഡിലേക്ക് വീണ് കിടന്ന് അതിലെ ഇലക്ട്രിക് പോസ്റ്റാണ് ഇത്തരത്തിൽ ഷോക്കേറ്റത്. അതിൽ നിന്നും ഷോക്കേറ്റ് അക്ഷയ് വണ്ടി ഓടിച്ചായിരുന്നു വന്നത്. അക്ഷയ് ഓടിച്ച സ്കൂട്ടറിൽ 3 പേരുണ്ടായിരുന്നു. അക്ഷയായിരുന്നു വണ്ടി ഓടിച്ചത്. ഇത്തരത്തിൽ അക്ഷയ്ക്ക് ഷോക്ക് ഏൽക്കുകയായിരുന്നു. നെടുമങ്ങാട് പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. അക്ഷയുടെ 3 പേരിൽ 2 പേർ ഇപ്പോൾ ആശുപത്രിയിലാണെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇത്തരത്തിൽ കാറ്ററിംഗിന് പോയി പുലർച്ചെയോടെ തിരികെ വരുമ്പോൾ ശക്തമായ ഇന്നലെ ഉണ്ടായ ശക്തമായ മഴയിലും കാറ്റിലും പൊട്ടി വീണ മരത്തിനോടൊപ്പം ഈ വൈദ്യുത ലൈനും റോഡിലേക്ക് പൊട്ടി വീണിരുന്നു. ഇങ്ങനെയാണ് അക്ഷയ്ക്ക് ഷോക്ക് അടിച്ചത്. സനിസ, ഈ അപകടം ഒരല്പം നേരത്തെ ഈ മരം വീണ അപകടം ഉണ്ടായിരുന്നിരിക്കണം, അവിടെ ലൈൻ പൊട്ടി വീണിരിക്കണം. KCB കറന്റ് ഓഫ് ചെയ്ത് കാണില്ല അല്ലേ? പുലർച്ചെയോടെ ആയിരുന്നു ഈ സംഭവം. ഇത് KCBയിൽ അറിയിച്ചോ എന്നൊന്നും നമുക്ക് വ്യക്തമല്ല. പക്ഷേ കറണ്ട് ഓഫ് ചെയ്യാനുള്ള സാധ്യതകളില്ല. ഇത്തരത്തിൽ ഒരു അപകടം നടന്നത് അവരെ അറിഞ്ഞിട്ടുണ്ടോ എന്ന് പോലും ആ ഒരു സമയത്ത് പുലർച്ചെ ആയതുകൊണ്ട് തന്നെ അറിയില്ല. പക്ഷേ ഈ മരം പൊട്ടി വീഴുകയും വൈദ്യുത ലൈൻ റോഡിലേക്ക് വീഴുകയും അത് ഷോക്ക് അടിക്കുകയുമായിരുന്നു. അക്ഷയുടെ 2 സുഹൃത്തുക്കളും കാറ്ററിംഗ് കഴിഞ്ഞ് വരുന്ന വഴി റോഡിലൂടെ വണ്ടി ഓടിക്കുന്നതിനിടയിൽ ഈ ഷോക്ക് അടിച്ച് തൽക്ഷണം അപകടത്തിൽ പെടുകയായിരുന്നു. ദിവ്യ, സനിസ, ഒരു കാര്യം കൂടി, അക്ഷയുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റു 2 പേരുടെ അവസ്ഥ എന്താണ് ഇപ്പോൾ? അവരുടെ അവസ്ഥയെ പറ്റി നമുക്ക് കൂടുതൽ വിവരമില്ല. പക്ഷെ അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദിവ്യ, പക്ഷേ അതിദാരുണമായ ഒരു സംഭവമാണ്. പുലർച്ചെയോടെ ഇവർക്ക് കാറ്ററിംഗ് കഴിഞ്ഞ് തിരികെ വരുമ്പോൾ ഇവർക്ക് ഷോക്ക് അടിക്കുകയായിരുന്നു. വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റാണ് ബൈക്ക് യാത്രികൻ മരിച്ചത്. അപകടം തിരുവനന്തപുരം നെടുമങ്ങാടാണ്. കാറ്ററിംഗ് കഴിഞ്ഞ് ജോലി കഴിഞ്ഞ് മടങ്ങി വരവെയാണ് ഈ അപകടത്തിൽപ്പെട്ടത്.